പ്രായം തളർത്തിയ ഒരച്ഛൻ. ജീവിതകാലം മുഴുവൻ മകന് വേണ്ടി അധ്വാനിച്ച ആ മനുഷ്യൻ ഒടുവിൽ ഒന്നിനും വയ്യാത്ത അവസ്ഥയിലായി. പകൽ മുഴുവൻ വീടിൻ്റെ ഉമ്മറത്ത് ഒരു കസേരയിൽ വെറുതെ ഇരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. പക്ഷേ വെയിലത്ത് പണിയെടുത്തു വരുന്ന മകന് അച്ഛൻ്റെ ഈ ഇരിപ്പ് വലിയൊരു ഭാരമായി തോന്നി. ഇങ്ങനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, വെറുതെ തിന്നാൻ വേണ്ടി മാത്രം ഒരാൾ. ഈ ചിന്ത അവനിൽ ദേഷ്യം നിറച്ചു. ഒടുവിൽ ആ ദേഷ്യം ഒരു കഠിനമായ തീരുമാനത്തിലെത്തി. അവൻ അച്ഛന് വേണ്ടി ഒരു മരപ്പെട്ടി നിർമ്മിച്ചു. എന്നിട്ട് അച്ഛൻ്റെ മുന്നിലെത്തി പരുഷമായി പറഞ്ഞു, "ഇതിൽ കയറി കിടക്ക്." ആ അച്ഛൻ മകനെ ഒന്ന് നോക്കി. മറുത്തൊന്നും ചോദിക്കാതെ അദ്ദേഹം ആ പെട്ടിയിൽ കയറി കിടന്നു. മകൻ ആ പെട്ടി അടച്ച് വലിച്ചു കൊണ്ടുപോയത് കൃഷിയിടത്തിൻ്റെ അറ്റത്തുള്ള ആഴമേറിയ ഒരു മലയിടുക്കിൻ്റെ അടുത്തേക്കായിരുന്നു. അച്ഛനെ ആ താഴ്ചയിലേക്ക് എറിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ ബാധ്യത ഒഴിവാക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. മലയിടുക്കിൻ്റെ അറ്റത്തെത്തിയപ്പോൾ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു ചെറിയ തട്ട് കേട്ടു. മകൻ ദേഷ്യത്തോടെ ആ പെട്ടി തുറന്നു. അച്ഛൻ ശാന്തനായി അവിടെ കിടക്കുകയാണ്. അദ്ദേഹം മകനെ നോക്കി പതുക്കെ പറഞ്ഞു, "മോനെ, നീ എന്നെ ഈ മലയിടുക്കിലേക്ക് എറിഞ്ഞോളൂ. എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് അച്ഛൻ്റെ ഒരു ചെറിയ കാര്യം നീ കേൾക്കണം." മകൻ ചോദിച്ചു, "ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?" അച്ഛൻ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "നീ എന്നെ എറിഞ്ഞോളൂ, പക്ഷേ ഈ പെട്ടി മാത്രം എറിയരുത്. ഇത് നീ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം." മകൻ അത്ഭുതത്തോടെ ചോദിച്ചു, "അതെന്തിന്?" അപ്പോൾ ആ അച്ഛൻ നൽകിയ മറുപടി മകൻ്റെ ഉള്ളും ഉലച്ചു. "നാളെ നിന്റെ മകൻ വലുതാവുമ്പോൾ, നിനക്ക് പ്രായമാവുമ്പോൾ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കളയാൻ അവന് വേറെ ഒരു പെട്ടി തപ്പി നടക്കേണ്ടി വരരുത്. അന്ന് അവനിത് ഉപകാരമാകട്ടെ."